പഴക്കം ചെന്ന ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ അകത്ത് കടമറ്റത്ത് കത്തനാർ ഏകാന്തനായിരുന്നു. പുറത്തെ കൊടുങ്കാറ്റിനെ വകവയ്ക്കാതെ ഒരു എണ്ണവിളക്കിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം പഴയ ഗ്രന്ഥങ്ങൾ വായിക്കുകയായിരുന്നു. യക്ഷി, പിശാച്, ഇവർക്കപ്പുറം ഒരു പുതിയ അതിഥിയാണ് ഈ ഭയം, അദ്ദേഹം സ്വയം തിരിച്ചറിഞ്ഞു. അപ്പോഴാണ് ഭൃത്യനായ മാത്തൻ മഴയിൽ നനഞ്ഞ് പേടിച്ചു വിറച്ച് അകത്തേക്ക് ഓട്ടി വന്നത്. അച്ചോ, അത് വീണ്ടും! മാത്തൻ വിറച്ചുകൊണ്ട് പറഞ്ഞു. പള്ളിപ്പറമ്പിലല്ല, ഇത്തവണ ഗ്രാമത്തിലാണ് സംഭവം. എന്താണിത്ര ഭയം? കത്തനാർ ശാന്തമായി ചോദിച്ചു. രക്തം കുടിച്ചൊരു മനുഷ്യനാണ് അച്ചോ. കോരന്റെ വീട്ടിലെ പശുക്കളെ മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് രക്തം വറ്റിച്ചു. കഴുത്തിൽ 2 സൂചിമുന പോലുള്ള മുറിവുകൾ മാത്രം, ഒരു തുള്ളി രക്തം പോലും മണ്ണിൽ വീണിട്ടില്ല. പതിവില്ലാത്ത ആ മൃഗീയമായ വിശപ്പ് കത്തനാരിൽ കൗതുകമുണർത്തി. പുതിയൊരു വിപത്താണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ഗ്രന്ഥമടച്ചുവെച്ച് എഴുന്നേറ്റു. വിളക്കെടുക്ക് മാത്ത, നമുക്ക് പോകാം. ഇരുൾ നിറഞ്ഞ കോരന്റെ പറമ്പിൽ മഴ കുറഞ്ഞിരുന്നു. ഗ്രാമവാസികൾ ഭയന്നു നിൽക്കുന്നതിനിടയിലേക്ക് കത്തനാർ വിളക്കുമായി നടന്നു. കോരൻ കണ്ണീരോടെ തന്റെ പശുക്കളുടെ ദുരവസ്ഥ കത്തനാരിനെ കാണിച്ചു. കത്തനാർ ഓരോ പശുവിന്റെയും കഴുത്തിലെ 2 മുറിവുകളിൽ വിരലോടിച്ചു. ഇത് താൻ കണ്ടിട്ടുള്ള മന്ത്രവാദിയുടെയോ ചാത്തൻ സേവക്കാരന്റെയോ കൈയടക്കമല്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. ഇതൊരു അപരിചിതമായ വേട്ടയാണ്. അദ്ദേഹം ചുറ്റും സൂക്ഷിച്ചു നോക്കി. കുളമ്പടികളോ കാൽപ്പാടുകളോ ഇല്ല. പെട്ടെന്ന് മതിലിനോട് ചേർന്ന് മണ്ണിലിരുണ്ട ചെമ്പുനിറമുള്ള ഒരു പഴയ ലോക്കറ്റ് കിടക്കുന്നത് അദ്ദേഹം കണ്ടു. കത്തനാർ ലോക്കറ്റ് കയ്യിലെടുത്ത് ശ്രദ്ധിച്ചു. അത് നമ്മുടെ നാട്ടിലെ പണിയല്ല. ദൂരദേശത്തു നിന്നോ വന്ന ഒരു ദുഷ്ടശക്തിയുടെ മുദ്ര അതിൽ പതിഞ്ഞിരിക്കുന്നു. ലോക്കറ്റ് കത്തനാരുടെ കയ്യിലിരുന്ന് നേരിയ ചുവന്ന പ്രകാശം പരത്തി. ഫ്ലാഷ് ബാക്ക്. ഭീകരമായ ഒരു കോട്ട, മഞ്ഞും ഇരുളും തളം കെട്ടിയ ട്രാൻസിൽവാനിയ. ഡ്രാക്കുള തന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട അതേ ലോക്കറ്റിനെ ഓർത്ത് കോട്ടയിൽ അലഞ്ഞു. അവന്റെ രക്തവർണ്ണമുള്ള കണ്ണുകളിൽ നഷ്ടബോധവും ദേഷ്യവും ഒരുപോലെ നിറഞ്ഞു. തന്റെ ശക്തിയുടെ അടയാളം തന്നിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു. അയാൾ ഒരു ഭൂപടത്തിൽ ശ്രദ്ധിച്ചു. ഭൂപടത്തിൽ കേരളത്തിന്റെ ഭാഗം രക്തരേഖയായി തിളങ്ങി നിന്നു. അതെ, കിഴക്കിന്റെ മണ്ണിൽ എന്റെ വിശപ്പിനുതകുന്ന രക്തം. അയാൾ ക്രൂരമായി ചിരിച്ചു. ഡ്രാക്കുളയുടെ കോട്ടയിൽ നിന്നും ആയിരക്കണക്കിന് കറുത്ത വവ്വാലുകൾ ആകാശത്തെ മൂടിക്കൊണ്ട് കേരളത്തെ ലക്ഷ്യമാക്കി പറന്നുയർന്നു. പള്ളിയിൽ മടങ്ങിയെത്തിയ കത്തനാർ ലോക്കറ്റ് നെഞ്ചോട് ചേർത്തു പിടിച്ചു. ഈ നാട്ടിലേക്ക് വിരുന്നെത്തിയിരിക്കുന്നത് ഒരു ദുഷ്ടശക്തിയാണ്. അവനെ തളച്ചില്ലെങ്കിൽ ഈ മണ്ണിൽ ഇനി ജീവൻ ബാക്കിയുണ്ടാകില്ല, അദ്ദേഹം മനസ്സിലുറപ്പിച്ചു. പെട്ടെന്ന് ഒരു വലിയ കറുത്ത വവ്വാൽ രൂപം പള്ളിയുടെ മുകളിൽ നിന്ന് പറന്നിറങ്ങി വിദേശിയായ ഒരു മനുഷ്യന്റെ രൂപം പ്രാപിച്ചു. ഡ്രാക്കുളയുടെ സഹചാരിയായ ദിമിത്രി. അവന്റെ വെളുത്ത മുഖവും മൂർച്ചയുള്ള പല്ലുകളും ഭീകരമായിരുന്നു. എന്റെ പ്രഭുവിന്റെ സാധനം അങ്ങ് കവർന്നുവല്ലേ? ദിമിത്രി അലറി. ലോക്കറ്റ് തിരികെ ആവശ്യപ്പെട്ടു. കത്തനാർ ശാന്തനായിരുന്നു. അദ്ദേഹം കയ്യിലെ കുരിശെടുത്ത് ഉയർത്തി. ഈ കുരിശിന്റെ ശക്തിയാണ് നിന്റെ അതിർത്തി. കുരിശ് കണ്ട ദിമിത്രിയുടെ ദേഹത്തുനിന്ന് പുകയുയർന്നു. അവൻ വേദനയോടെ അലറിപ്പിൻ വലിഞ്ഞു. എന്റെ പ്രഭു താമസിയാതെ ഇവിടേക്കെത്തും, ദിമിത്രി ഭീഷണി മുഴക്കി. ദിമിത്രി വീണ്ടും വവ്വാലായി മാറി ജനലിലൂടെ പറന്നുപോയി. മാത്തൻ ഭയത്തോടെ കത്തനാരുടെ പിന്നിൽ നിന്നു. കത്തനാർ ലോക്കറ്റിൽ നോക്കി. അവന്റെ വഴി ഈ മണ്ണിൽ അവസാനിക്കും. മാത്ത, നീ നാളെ നേരം വെളുക്കുമ്പോൾ ഈ ദുഷ്ടശക്തിയെക്കുറിച്ചറിയുന്ന ഏറ്റവും പഴക്കമുള്ള മന്ത്രവാദിയെ പോയി കാണണം. ഒരു വലിയ യുദ്ധം തുടങ്ങിയിരിക്കുന്നു. ദൂരെ ആകാശത്ത് ആയിരക്കണക്കിന് വവ്വാലുകൾ പറന്നുവരുന്നതിന്റെ നേരിയ നിഴലുകൾ അദ്ദേഹം കണ്ടു. കത്തനാരുടെ കണ്ണുകൾ അഗ്നി പോലെ തിളങ്ങി. അദ്ദേഹം ആ പഴയ ഗ്രന്ഥം വീണ്ടും തുറന്നു. യൂറോപ്പിൽ അവനെ ഡ്രാക്കുള എന്ന് വിളിച്ചു. ഇവിടെ എന്റെ പേര് കടമറ്റത്ത് കത്തനാർ. യുദ്ധത്തിനായി ഉറച്ച മനസ്സോടെ കത്തനാർ തലയുയർത്തി നിന്നു.